ഹലോ ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 ആണ് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ. അങ്ങനെ അതാ നമ്മൾ ക്ലാസ്സിലെത്തി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ടായിട്ടോ. ഞാൻ വന്നതിന് മുമ്പേ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആൾക്കാർ വന്നു. 30 പേരാണ് ടോട്ടൽ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് നല്ലൊരു ക്ലാസ് തുടങ്ങിയത് ക്യാമറി ഐസ്ക്രീമിൻ്റെ അവരുടെ ബ്രാൻഡിലെ വിപ്പിംഗ് ക്രീം ഇറക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ക്ലാസ്സൊക്കെ ആയിരുന്നു. അതിൻ്റെ ഷെഫ് വന്നു, അവരുടെ അടുത്ത് ഡൗട്ട് ആണെങ്കിൽ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബേക്കിങ്ങിൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സും പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കേക്കിൻ്റെ ബാറ്റർ സെറ്റ് ചെയ്യണതിൻ്റെ വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യണതിൻ്റെയും ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം കുറച്ചായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യുന്ന ടിന്നാണ്. അതെങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇവർ പറഞ്ഞു തന്നെ കേട്ടോ. അതിന് ഇതൊരു ഷെഫാണ്. ഈ ഷെഫ് നമുക്ക് ബണ്ണും ബ്രെഡും ഈ ഷെഫാണ് കാണിച്ചു തന്നത് ഉണ്ടാക്കുന്നത്. നമ്മൾ ബണ്ണ് സെറ്റ് ചെയ്ത് വെക്കുന്നതിന് മുമ്പുള്ള ടെക്സ്ചർ ഇങ്ങനെയായിരിക്കും എന്നാണ് ആൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ടച്ച് ചെയ്യാനും നമുക്ക് തൊട്ട് നോക്കാനൊക്കെ പറ്റുമായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ റൗണ്ട് ചെയ്ത ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ആ ഒരു റൗണ്ട് റോൾ ചെയ്തെടുക്കണമല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ ഒരു ബീറ്ററിൻ്റെ ആൾക്കാർ വന്നിട്ട് അവരുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അവരുടെ ക്ലാസ് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചക്ക് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും കേക്ക് ബാറ്റർ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കേക്ക് സെറ്റായിട്ട് നമ്മൾ കാണിച്ചു തന്നു കേട്ടോ. പിന്നെ അതാ നമ്മൾ റോൾ ചെയ്ത് വെച്ച ആ ഒരു ബണ്ണിൻ്റെ സംഭവം ബണ്ണ് പൊങ്ങി വന്നു. പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു ചോക്ലേറ്റ് നമുക്ക് കഴിക്കാനൊക്കെ പറ്റിയിട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ലാസ്റ്റ് ഫോട്ടോസും സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു. അതെല്ലാം കിട്ടി. പിന്നെ നമ്മൾ കേക്ക് ഫുൾ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ലാസ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസ് എല്ലാം കാര്യങ്ങളും എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പയ്യിറങ്ങി. അങ്ങനെ ഞാൻ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ആ ഒരു കേക്കാണ് സെറ്റ് ചെയ്തത്. ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്ത കേക്കിൻ്റെ ഫോട്ടോ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റ ബൈ.